നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിലാണ് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഒടുവില് അബിയുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ കനക നവ്യയോട് വിളിച്ചു പറയുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി കഴിഞ്ഞപ്പോഴത്തേനുമാണ് കനക അതൊക്കെ പറയണത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. ഒടുവില് കനക നവ്യയെ വിളിക്കുന്നുണ്ട്. അബി ഏൺ ജ്വല്ലറി മാനേജരാകാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കനയ്ക്ക് സഹിച്ചില്ല. പിന്നീട് നവ്യ ഉപദേശിക്കുന്നുണ്ട്, മോളെ ഒരു കാരണവശാലും അബി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ലെന്ന് പറഞ്ഞോണ്ട്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, അമ്മേ അമ്മ എന്തിനാ അങ്ങനെ പറയണേ? എനിക്ക് അബിക്കും നല്ലൊരു ജീവിതം ഉണ്ടാകുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് സഹിച്ചില്ലല്ലേ? അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ബന്ധം തന്നെ കൂടെ കട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞു നമ്മൾ തമ്മിലുള്ള. അത് കേട്ട് ഇനിയിപ്പോ കനയ്ക്ക് സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റിയില്ല. കനി ചോദിച്ചു, നീ എന്തൊക്കെയാ നവ്യ പറയണെന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ അമ്മേ, അമ്മയുടെ ഇളയ മകള് മാത്രം ജീവിച്ചാൽ മതിയോ? എനിക്കും ജീവിക്കണ്ടേന്ന് ചോദിച്ചു. നല്ലൊരു ജീവിതം ഞാൻ ആഗ്രഹിച്ചേ. അബിക്കാണ് ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അബിക്ക് ഒരു ജോലി കിട്ടുമ്പോ അമ്മ സന്തോഷിക്കല്ലേ വേണ്ടേ? അമ്മയുടെ മകള് സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാനല്ലേ അമ്മ ആഗ്രഹിക്കുന്നേ. അതിന് പകരം ഞാക്കൊരു നല്ല കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് സഹിക്കുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ കനക പറഞ്ഞു, ആര് പറഞ്ഞു മോളെ നിനക്ക് നല്ല കാലം വന്നു കഴിഞ്ഞപ്പോ എനിക്ക് സഹിക്കുന്നില്ലാന്ന്? അതെ, നീ നന്നായിട്ട് ജീവിക്കണം തന്നെ എന്റെ ആഗ്രഹം. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനു മുമ്പ് നീ ചില കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? അതൊക്കെയുണ്ട്. ഇപ്പൊ നീ കാണിച്ചു കൂട്ടുന്നൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. അത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യ പറഞ്ഞു, ഓ അല്ലെങ്കിലും അമ്മയ്ക്ക് നായനയോടും നന്ദുവിനോടും ആണല്ലോ പ്രിയം, എന്നെ അമ്മയ്ക്ക് കാണത്തില്ലല്ലോ. അപ്പോഴേക്കും കനക പറഞ്ഞു, അങ്ങനെ പറയരുത് നവ്യെ, നീ എന്റെ മോള് തന്നെയല്ലേ. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നേ, അതൊക്കെ പണ്ട്. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ആദർശേണ്ടും നയനെ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷം കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നെ അഭിയൊന്നും അമ്മയ്ക്ക് കണ്ണെടുത്താൽ കാണത്തില്ലാത്ത. അപ്പോഴേക്കും കനക നവ്യോട് പറഞ്ഞു, നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് കനിക അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. ആ സമയത്ത് അഭി ചോദിച്ചു, എന്താ നവ്യ അമ്മ പറഞ്ഞെന്ന് ചോദിച്ചു. എന്ത് പറയാനായിട്ട്? അമ്മയ്ക്ക് തീരെ താല്പര്യമില്ല നീ ഏൺ ജ്വല്ലറിക്ക് മാനേജറായിട്ട് പോന്നേ. കാരണം നയനയും ആദർശ് എന്ന് പറയുന്ന അയാളും ഒക്കെ ചേർന്നിട്ട് അമ്മയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നേ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എന്റെ മോളെ നീ വിട്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും നിനക്കൊരു നല്ല കാലം ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് സഹിക്കുന്നില്ല. നമ്മുടെ നല്ല കാലം വന്നു കഴിയുമ്പോൾ അവർക്ക് അസൂയ. അതുകൊണ്ടാ ഈ പറയുന്ന നയനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല അബിക്ക് ഏൺ ജ്വല്ലറിയിൽ മാനേജറായിട്ട് കിട്ടുമെന്നുള്ളത്. അപ്പൊ അതൊക്കെ വിളിച്ച് ചിലപ്പോൾ പരാതിയായിട്ട് പറഞ്ഞു കാണുമായിരിക്കും. അപ്പൊ അസൂയ മൂത്തിട്ട് പറഞ്ഞായിരിക്കും. ഇത് കേട്ടപ്പം നബി പറഞ്ഞു, ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അബി ഏൺ ജ്വല്ലറിക്ക് പോകുമേ. പോരാത്തന് മൂർത്തി മുത്തശ്ശൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിലും മുത്തശ്ശനില്ലാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് എന്തിനാ? അതിന്റെ ആവശ്യമില്ലല്ലോ. കാര്യം പറഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അവർക്കൊട്ടും പിടിക്കുന്നില്ല നബിയെ നീ അങ്ങോട്ടേക്ക് പോന്നേ. അത് കേട്ടിഞ്ഞപ്പോ നബി പറഞ്ഞു, ഞാൻ നോക്കിയോളാം അമ്മേ, അമ്മ വിഷമിക്കൊന്നും വേണ്ട. എന്താണെങ്കിലും അബി ഏൺ ജ്വല്ലറിക്ക് പോന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ജലജയ്ക്ക് ഒരു സന്തോഷമായി. ഇനിയിപ്പം നവ്യനെ പിരികേറ്റി ഇത്ര നിർത്തിയേക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നീട് ജലജ പറഞ്ഞു, മോളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ ഒന്ന് കേൾക്കൊന്നും വേണ്ട കേട്ടോ. കാരണം അവരൊക്കെ എന്തേലും പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നല്ല കാലം വരുമ്പോ അതിനകത്ത് അസൂയോ കൊണ്ട് പറയുന്ന. മോളന്ന് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അന്ന് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ആദർശ് നയനയും കൂടെ നന്ദുവിനെ കാണാൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ കണ്ട് സംസാരിക്കണ സമയത്ത് ആദർശ് പറഞ്ഞു, നിനക്കറിയാലോ നന്ദു, ഇപ്പം അവയും കൂടെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുക ഏൺ ജ്വല്ലറിയിലേക്ക്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് തോന്നേ. ഒരു കാരണവശാലും ഈ ഏൺ ജ്വല്ലറിക്കാര് അബിയെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല അവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നേ. അബി കള്ളനാന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ടറിയാം. എന്നിട്ടും ഒരു ബ്രാഞ്ചിന് മേൽനോട്ടം അവനെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് വ്യക്തമായ കാരണം കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അതെനിക്കും തോന്നാതിരുന്നില്ല ആദർശേട്ടാ, എനിക്കും തോന്നിയ കാര്യമെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, മോളെ അത് മാത്രല്ല നീ സൂക്ഷിക്കണം. ഒരു പക്ഷെ നമ്മളൊക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്ന് അറിയുവാണെങ്കിൽ ഈ പറയുന്ന ശത്രുക്കൾ എന്തൊക്കെ ചെയ്യുമെന്നറിയില്ല. ചേച്ചി പേടിക്കൊന്നും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ഈ വിഷു വരെ അവരുടെ തേരോട്ടം നടക്കട്ടെ. വിഷു കഴിഞ്ഞിട്ട് എന്ത് വേണം നമുക്ക് തീരുമാനിക്കാം. അതിനുശേഷം വലിയ തിരിച്ചടി തന്നെ കൊടുക്കാന്ന് പറഞ്ഞു. എന്താണെങ്കിലും അബി അങ്ങോട്ട് കയറാൻ പോയില്ലേ, അവൻ കയറട്ടെ. ഒരു പക്ഷെ എങ്കിലും
മൂർത്തി ജ്വല്ലറിയുടെ വിവരങ്ങളൊക്കെ ചോർത്താന്നുള്ളൊരു ചിന്ത എൻ ജ്വല്ലറിക്കാർക്ക് കാണുമായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അത് ശരിയാ ആദർശേട്ടാ, എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ അഭി കമ്പനിക്ക് പുറത്തല്ലേ? അത് ശരിയാ, കമ്പനിക്ക് പുറത്താണെങ്കിൽ അവന്റെ സ്വഭാവം അറിയാലോ. മുമ്പ് കള്ളക്കടത്ത് സ്വർണം കടത്തിക്കൊണ്ട് വന്നവനാ. ഇനി എൻ ജ്വല്ലറി പോയി ക്ലച്ച് പിടിക്കുമെന്ന് തോന്നില്ല. എന്നാലും മുത്തശ്ശനൊന്നും എതിര് പറഞ്ഞിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞേ. മുത്തശ്ശനൊക്കെ സമ്മതം പറഞ്ഞിട്ടുണ്ട് പോലും പോയിക്കൊള്ളാനായിട്ട്. മുത്തശ്ശൻ അങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തേലും ഒരു കാരണം കാണുമെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട്. ശരിയാ, അങ്ങനെ എന്തേലും ഒരു കാരണം ഇല്ലാതിരിക്കില്ല. മുത്തശ്ശൻ എന്താണെങ്കിലും വെറുതെ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. അതോ ഇനിയിപ്പം എന്തുവേലും ആയിക്കോട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ടാണോന്നും അറിയില്ല. അപ്പോഴേക്കും നയന പറഞ്ഞു, നവ്യേച്ചിയുടെ കാര്യം ഓർത്തിട്ടാ. നവ്യേച്ചി ഇപ്പോഴും ആ കാട്ടുകളൻ അബിയെ വിശ്വസിച്ചോണ്ടിരിക്കുക. എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറുന്നില്ല. നന്ദു പറഞ്ഞു, അധികം വൈകാതെ തന്നെ ആ സത്യങ്ങളൊക്കെ പുറത്തു വരും. നവ്യേച്ചി സത്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ആദർശേട്ടനെ എന്നെ നയനേച്ചിനൊക്കെ ശത്രുവായിട്ടാണ് നവ്യേച്ചി കാണത്തുള്ളൂ. ഇനി പോകെ പോകെ അത് കൂടിക്കൂടി വരത്തുള്ളെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അത് ശരിയാ. അല്ല, ഇനി അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അമ്മ തന്നെ എല്ലാം വിളിച്ചു പറയുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ദേവേനി ജയന്റെ അടുത്തേക്ക് വന്നു. ജയന്റെ അടുത്ത് എന്നിട്ട് അബി എൻ ജ്വല്ലറിയിൽ മാനേജരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം. അപ്പോഴേക്കും ജയൻ പറഞ്ഞു, അച്ഛൻ സമ്മതിച്ചല്ലോ. അച്ഛൻ എന്തായാലും ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ല ദേവേനി, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, പക്ഷെ എനിക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട് ജയേട്ടാ. അച്ഛൻ സമ്മതിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അവനെ എൻ ജ്വല്ലറിക്ക് പറഞ്ഞു വിടാനായിട്ട്. അവനെപ്പോലെ ഒരുത്തന് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അവനെ കുടുംബത്തെ ചതിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇറങ്ങണേ. അവന്റെ സ്വഭാവം അറിയാലോ. പല വട്ടം അവന് ഉപദേശങ്ങൾ കൊടുത്താ, പക്ഷെ അവൻ നന്നാവും തീരുമാനിച്ചിരുന്നില്ല. ഇനി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഇത് വെറുതെ വിടാൻ പറ്റില്ല ജയേട്ടാ. വീട്ടിൽ അവനെ തഴച്ചിടാൻ ഞാൻ നോക്കിയതാ. കുറെയൊക്കെ ഞാൻ അവനോട് പറഞ്ഞു നോക്കിയതാ. പക്ഷേങ്കില് അവൻ നന്നാവത്തില്ല എന്ന് പറഞ്ഞു. ജയൻ പറഞ്ഞു, ദേവേനി, അത് നമ്മളാരും വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവൻ തന്നെ വിചാരിക്കണം. പോരാത്തേനും നവ്യ അവന് ഫുൾ സപ്പോർട്ടുമായിട്ടുണ്ടല്ലോ. അങ്ങനെ നവ്യെ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം നമുക്ക് അവനെ നേരെയാക്കാനൊന്നും പറ്റത്തില്ല. അത് മാത്രമല്ല, നവ്യക്ക് എന്തോ ഒരു വൈരാഗ്യം പോലെ നമ്മളോട്. നമ്മൾ അവനോട് ദേഷ്യം കാണിക്കുന്ന എന്തോ അവന്റെ ഉയർച്ച നമുക്ക് അസൂയ ഉള്ളതുകൊണ്ടൊക്കെയാന്ന് ദേവേനി പറഞ്ഞു. അത് ശരിയാ, ഇടയ്ക്കിടയ്ക്ക് നവ്യ അത് പറയുന്നുണ്ട്. നിങ്ങളുടെ മോന് മാത്രം MD ആയ മതിയോ? എന്റെ അബിക്ക് നല്ല രീതിയിൽ ജീവിക്കേണ്ടതെന്നൊക്കെ. ജയൻ പറഞ്ഞു, ജീവിക്കും പോലും അബിയുടെ കൂടെയല്ലേ. അബിയുടെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോഴത്തേനും അവളെ മിക്കവാറും അവനെ വലിച്ചു കീറാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. പിന്നീട് കനക നയനെ വിളിക്കുന്നുണ്ട്. നയനയല്ല, കനക നവ്യനെ വിളിക്കുന്നുണ്ട്. നവ്യനെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ, കാര്യം എന്താ? നീ വാ, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് നീ വന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നവ്യനെ വിളിപ്പിക്കുകയാണ്. നവ്യ ചെന്നു. നവ്യ എന്നിട്ട് ചോദിച്ചു, എന്താ അമ്മയ്ക്ക് എന്തോ എന്നോട് എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചു. അത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും കാലം അത് മറച്ചു വെച്ചു, പക്ഷെ ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടിച്ചപ്പോൾ നവ്യ പറഞ്ഞു, എൻ ജ്വല്ലറിക്ക് അബിയെ വിടലെന്ന് പറയാൻ വേണ്ടിയല്ലേ എന്നെ വിളിപ്പിച്ചേ? എനിക്കറിയാം. ഇനി അമ്മയെന്നല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എൻ ജ്വല്ലറിക്ക് ഉറപ്പായിട്ടും അബി പോവും. മുത്തശ്ശ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം കനക പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നീ എന്ത് വേണം തീരുമാനം എടുത്തോ, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇത്രയും കാലം നീ ആദർശിനെ നയനെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നില്ലേ? ആദർശിന്റെ അവിഹിത സന്തതിയെ നയനെ നല്ലപോലെ നോക്കുന്നു, സ്വന്തം മോളെ പോലെ കരുതുന്നൊക്കെ പറഞ്ഞില്ലേ? പക്ഷെ അതൊന്നും അല്ല സത്യാവസ്ഥ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവീച്ചു, അമ്മ എന്താ പറയണെന്ന് ചോദിച്ചു. അതെ, ആദർശിന്റെ കുഞ്ഞല്ലത്, അനഘയുടെ അബിയുടെയും കൂടെ കുഞ്ഞാ. നിന്റെ ഭർത്താവായ അബിയുടെ കുഞ്ഞാ ചന്തുമോളെന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ പോലും പറ്റിയില്ല നവിക്ക്. നവി ആകെപ്പാടെ പേടിച്ചു പോയെന്നല്ല, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു നവിക്ക്. കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല. നവി ഓർത്തു വെറുതെ പറയുന്നതായിരിക്കുന്നു. പിന്നീട് കനക പറഞ്ഞു, അതിന് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിനക്ക് സംശയമുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ മൂർത്തി മുത്തച്ഛനോട് പോയി ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ അബിയോട് ചോദിക്കുക, അബിയുടെ അമ്മയോട് ചോദിക്കുക, അവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാമെന്ന് പറയണം. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നവി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.